ഇപ്പോൾ 7:10 കേട്ടോ. ഞാൻ എണീച്ചപ്പോൾ വിചാരിച്ച് ഇന്നത്തെ ഒരു ദിവസം വീഡിയോ ഷൂട്ട് ചെയ്താലോ, ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ പോലെ. ഇപ്പം പ്രഗ്നൻ്റ് ആണല്ലോ, അപ്പോൾ 9th month ആയി, ഇനിയിപ്പോൾ ഡെലിവറിക്ക് ആവാനായി. അപ്പോൾ ഞാൻ പ്രഗ്നൻസിൻ്റെ ടൈമിൽ എന്തൊക്കെ ഒരു ദിവസം ചെയ്യുന്നത് എന്നുള്ളത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിപ്പോൾ എണീച്ചിട്ടുള്ളൂ. ഇനി ഇവിടെ നിന്നൊന്നും ഇങ്ങോട്ട് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ കോമഡി ഇല്ല. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ഓക്കെ, എണീച്ച് കാണാം. ഞാൻ ഇങ്ങനെയൊക്കെ എടുക്കാം, അപ്പുറത്തും ഇപ്പുറത്തും പില്ലൊക്കെ വെച്ച് സെറ്റാക്കി. പിന്നെ ആണെങ്കിൽ ഈ ബ്ലാങ്കറ്റ് ഇങ്ങനെ ഇടും, കുറച്ച് നല്ല സോഫ്റ്റായിട്ട്. നമുക്ക് ലെഫ്റ്റ് സൈഡല്ലേ, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡായിട്ട് ഇങ്ങനെ കിടക്കണം. അപ്പോൾ ഹിപ്പ് നല്ല വേദനയ്ക്കും. അപ്പോൾ കുറച്ച് സോഫ്റ്റായിട്ടില്ലേ ബ്ലാങ്കറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെയാണ് ഞാൻ കിടക്കുക. ഇനി ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. ഈ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു 1 വർഷമാവാനായി, നയറയ്ക്ക് 1 വയസ്സാവാനായി. ഞാൻ ഇപ്പോഴാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതിൽ ഭയങ്കര ടയേർഡാണ്. അപ്പം ആ ഒരു സൗണ്ടിൽ വരെ ടയേർഡ്നെസ് അറിയുന്നുണ്ട്. പിന്നെ ഫേസൊക്കെ ഭയങ്കര ടയേർഡാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, ആ സമയത്തിൽ എൻ്റെ ഫേസ് ഇങ്ങനെയായിരുന്നല്ലോ. ഇനി പല്ലേക്ക ഫ്രഷാണ്, ഒന്ന് ഫ്രഷായിട്ട് നെക്സ്റ്റ് പരിപാടി. ഞാൻ പ്രഗ്നൻസിൻ്റെ സമയത്ത് സ്കിൻ കെയറും ഹെയർ കെയറും ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര വലിയ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ടയേർഡ്നെസ് ഫേസിൽ നല്ലോണമുണ്ട്. പിന്നെ നീര് വെച്ചിട്ടുണ്ട് മുഖത്ത്, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ബോട്ടിൽ ഫുൾ വെള്ളം കുടിക്കണം. അതൊന്ന് വയറൊക്കെ പൊട്ടുന്നവരാണെങ്കിൽ ഞാൻ കുടിക്കുമെന്ന്. ഈ സമയത്താണെങ്കിൽ നല്ല വെള്ളം കുടിക്കണമല്ലോ, അതുകൊണ്ട് എണീച്ചപ്പോൾ തന്നെ കുറേ വെള്ളം കുടിക്കും. അങ്ങനെ മോർണിംഗ് സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ കഴിഞ്ഞ് ഇനി എന്തെങ്കിലും നമുക്ക് കഴിക്കാം. പാൽ പിന്നെ മിററിൽ കാണുന്നു. അപ്പം പാൽ കുടിക്കണം, പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം, സ്നാക്സായിട്ട് എന്തെങ്കിലും കഴിക്കണം. കണ്ടോ കുഞ്ഞോ നല്ലോണം ചവിട്ടുന്നുണ്ട്. എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞിട്ട് ഞാനെൻ്റെ സ്കിൻ കെയർ ഹെയർ കെയറൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. ഇന്ന് സൺഡേ ആണ്. സൺഡേ എന്നെക്കൊണ്ട് ആരും എണീറ്റിട്ടില്ല. ഹലോ കുഞ്ഞു. അങ്ങനെ നമ്മൾ കിച്ചണിലെത്തിയിരിക്കുന്നു. ഇനി പാല് വയ്ക്കാം. പാല് തിളപ്പിക്കാൻ വെച്ച് ഇപ്പം ഞാൻ മോർണിംഗ് ഈ ഒരു പ്രോട്ടീൻ പൗഡർ കുടിക്കാറുണ്ട്, പ്രൊഹാൻസ്മൗ എന്ന് പറഞ്ഞിട്ട്. പണ്ടൊക്കെ ജിമ്മിൽ പോകുമ്പം പ്രോട്ടീൻ പൗഡർ വേറെ ആയിരുന്നു, ഇപ്പം പ്രൊഹാൻസ്മൗമായി. എന്താ കാലത്തിൻ്റെ ഒരു മാറ്റം. ഞാൻ രാവിലെ എണീച്ചിട്ട് പാലും പിന്നെ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കും. ആ സമയത്ത് ഞാൻ അധികം ഡിവോഷണൽ സോങ്സാണ് കേൾക്കാറ്. അധികം ഞാൻ കേട്ടിരുന്നത് ജ്ഞാനപ്പാനായിരുന്നു. അപ്പോൾ നമ്മുടെ നയറ ബേബി വയറ്റുന്ന ഭയങ്കര കുത്തും ചവിട്ടൊക്കെ ആയിരുന്നു ഗൈസ്. രാവിലെ തന്നെ ഞാൻ കുറച്ച് ഡേറ്റ്സും അതുപോലെ നട്ട്സൊക്കെയാണ് കഴിക്കാറ്. ഇന്ന് ഡേറ്റ്സ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ നട്ട്സും കുറച്ച് മറ്റേ റൈസിൻസൊക്കെ എടുത്ത് വെച്ചിട്ട് കഴിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം ബാൽക്കണിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് അതൊക്കെ കഴിച്ചിട്ട് ടൈം പോകും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ബ്രീതിങ് എക്സസൈസ് ചെയ്യാറുണ്ട്. അതാണ് ഇത്. ഈ സമയത്തും നൈറ നല്ലോണം എന്താ പറയുക ചവിട്ടിയിരുന്ന് ഓരോന്നിങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് കളിക്കുന്ന പോലെയായിട്ട് തോന്നുക. കൊക്കോ കൊക്കോ വാ. അമ്മ എന്താ ഉണ്ടാക്കുന്നത്? ബ്രെഡ് ആൻഡ് നോൺ വെജ്. ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി, ചിക്കൻ പൊരിച്ചത്, പായസം. അമ്പോ ഇന്ന് സൺഡേ സ്പെഷ്യലാ. സൺഡേ സ്പെഷ്യൽ. ഒരു കൊക്കോ ഫ്രൈ എടുക്കട്ടെ അമ്മേ, ഒരു കൊക്കോ ഫ്രൈ എടുക്കട്ടെ. ഉച്ചയ്ക്ക് ഹെവി അതിനെക്കൊണ്ട് ഞാൻ എന്നോട് പറഞ്ഞു ബ്രെഡ് ഓംലെറ്റ് മതിയെന്ന്. എനിക്കിഷ്ടമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഉറക്കമുണ്ട്. എനിക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ആ സമയത്ത്. പിന്നെ ഞാൻ ഉച്ചയ്ക്കൊക്കെ എണീക്കുള്ളൂ. അപ്പോഴത്തേക്ക് ഇതാ അമ്മ ബിരിയാണിയൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്.
അമ്മ വാതിലൊക്കെ അടച്ചിട്ടിട്ടാട്ടോ. എന്താണെന്ന് വെച്ചാൽ സൗണ്ടൊക്കെ കേട്ടാൽ എനിക്ക് ഡിസ്റ്റർബൻസ് ആവുമെന്ന് വിചാരിച്ചിട്ട് അമ്മ എല്ലാം അടച്ചിട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അമ്മ പെട്ടെന്ന് കുക്ക് ചെയ്യും കേട്ടോ. അമ്മ എന്താ പറയുക, ഭയങ്കര ഫാസ്റ്റാണ്. കണ്ണ് വെക്കല്ല കേട്ടോ, അമ്മ അങ്ങനെയാണ്. അപ്പം അമ്മ ഒരു സൈഡിൽ ചിക്കൻ ലിവർ ഉണ്ടാക്കുന്നുണ്ട്, ഒരു സൈഡിൽ ചിക്കൻ്റെ മറ്റേ ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കുന്നുണ്ട്. ചെടിപിടി എല്ലാ പണികളും കഴിയുന്നുണ്ട്. ഈ വീഡിയോ വോയിസ് മീൻസ് നമ്മൾ വോയിസ് അതിനെന്താ പറയുക, ഓൺ വോയിസ് പോലെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ഭയങ്കര സൗണ്ട്, ഈ അടുക്കളയിലെ സൗണ്ടും ടി വിൻ്റെ സൗണ്ടും എല്ലാം കൂടി ആയിട്ട് ഭയങ്കര സൗണ്ട്. അതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ പിന്നെയും വോയിസ് ഓവർ ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് ഇവിടെ കമ്പനി കൊടുക്കുകയാണ് നിന്നിട്ട്. വെറുതെ നോക്കി നിന്നാൽ മതി എന്ന് പറഞ്ഞു. അമ്മ വേറൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ സൗണ്ട് കാണിച്ചു തരാം, അവിടുത്തെ സൗണ്ട് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ കേട്ടോളൂ. എൻ്റെ മക്കളെ, ഞാൻ ഇതിൻ്റെ സൗണ്ടൊന്ന് നോക്കി, പക്ഷെ നിങ്ങളെ ചെവി പൊട്ടിപ്പോകും. അതുകൊണ്ട് ഞാൻ സ്ലോ ആക്കി വെച്ചിട്ട് ഞാൻ പിന്നെയും വോയിസ് ഓവർ ചെയ്യാണ്. വെറുതെ എന്തിനാണ് ചെവി പൊക്കുന്നത്. അപ്പോൾ അമ്മ ബിരിയാണി സെറ്റാക്കി. പിന്നെ അതാ ചിക്കൻ ലിവർ ഫ്രൈ ഓൾ സെറ്റ്. പിന്നെ സാലഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം മീൻ അമ്മ നല്ലോണം മസാലയൊക്കെ തേച്ചിട്ടുണ്ട്. അപ്പം ഫുഡ് കഴിക്കുമ്പം എല്ലാവർക്കും ഓരോന്നും അമ്മ പൊരിച്ച് തരും. പപ്പടം, ചിക്കൻ, റൈസ്, കരളൊക്കെ വേറെ എന്ത് കരള്? ചിക്കൻ്റെ ചിക്കൻ. ഇത് നല്ല ബിരിയാണി കുഴച്ച് തിന്ന സൂപ്പർ ബിരിയാണി മേഡ് ബൈ മൈ മദർ. ഞാൻ ഫുഡൊക്കെ കുറച്ചേ കഴിക്കാറുള്ളായിരുന്നു അന്നും, ഓവർ കഴിക്കില്ല. പക്ഷേ ഞാൻ സ്വീറ്റ്സ് നല്ലോണം കഴിക്കുമായിരുന്നു. അതിൻ്റെത് കാണാനുണ്ട്. ഞാനിപ്പോഴും മെലിയാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്. ഞാൻ ആ സമയത്ത് ചോക്ലേറ്റ് കഴിച്ചതിന് കണക്കില്ല, ഞാൻ നല്ലോണം കഴിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ ഈ ഒരു ഉച്ച സമയത്ത് ഞാൻ നല്ല ആക്റ്റീവായിരിക്കുന്ന സമയമായിരിക്കും. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്യും. ഞാൻ വീടടിച്ച് വാരും, പിന്നെ തുടയ്ക്കും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവില്ല, അതൊക്കെ ഞാൻ ആ സമയത്താണ് ചെയ്യുക. ഈ സമയത്ത് ഞാൻ നല്ല ആക്റ്റീവായിരിക്കും. പിന്നെ ആ സമയത്ത് അഞ്ജലി കുറേ പ്ലാൻസൊക്കെ എനിക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പം ഞാൻ അതിനെങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. നല്ല അടിപൊളിയായിട്ട് പ്ലാൻസൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം പ്ലാൻസും ഇല്ല, ഒന്നുമില്ല. ഇപ്പം എനിക്ക് എൻ്റെ കാര്യം തന്നെ നോക്കാൻ സമയമില്ല. നമ്മുടെ നൈറ ബേബിന് ഫുൾ ടൈം ഞാൻ നൈറ ബേബീൻ്റെ വയ്യാലെയാണ്. ഇതെന്താണെന്ന് അറിയുമോ, ഇത് മറ്റേ മല്ലിയിലയാണ്. നല്ല അടിപൊളിയാണ്, നല്ല സ്മെല്ലാണ് ഇതിന്. അതും ഞാൻ കുഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് എൻ്റെ ഈവനിങ് സ്നാക്ക്. ഞാൻ കുറച്ച് കിവി, ആപ്പിൾ, അങ്ങനെ ഫ്രൂട്ട്സും പിന്നെ ഗ്രീൻ ടീ ആയിരുന്നു ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആ റൂമിൽ പോയിരുന്നിട്ട് ഒരു പ്രത്യേക സൺലൈറ്റ് വരും, അവിടേക്ക് നല്ല വ്യൂ ആണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മെല്ലെ എന്താ പറയുക, ഉച്ചയ്ക്ക് എന്ന് പറയുന്ന ഈവനിങ് സ്നാക്കും ടീയൊക്കെ ഞാൻ കഴിക്കും. പിന്നെ വിറ്റമിൻ ഡി അല്ലേ, ആ വിറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ടും കൂടി ഞാൻ അവിടെ പോയിരിക്കും. അപ്പോൾ ഇനി അടുത്തത് എൻ്റെ എക്സസൈസ് വർക്കൗട്ടാണ്. അങ്ങനെ ഹെവി വർക്കൗട്ടൊന്നും ചെയ്യാറില്ല, നോർമൽ ഡെലിവറി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വർക്കൗട്ട് തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഞാൻ ബട്ടർഫ്ലൈസ് ചെയ്യായിരുന്നു, പിന്നെ ഹിപ്പ് റൊട്ടേഷൻ ചെയ്യായിരുന്നു, പിന്നെ കുറച്ച് ഇരുന്നിട്ടും പിന്നെ സിറ്റപ്പ് അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് പറഞ്ഞല്ലോ നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. പക്ഷെ നോർമൽ ഡെലിവറി ആയിട്ടില്ല, C-സെക്ഷൻ ആയിരുന്നു ആയത്. എല്ലാം വേസ്റ്റ്. പക്ഷെ ഒന്നുമില്ല കേട്ടോ. പക്ഷെ ആ സമയം വരെ ആക്റ്റീവായിട്ട് ഇരുന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പെയിന് വന്നിട്ടില്ലായിരുന്നു, അതുകൊണ്ട് C-സെക്ഷൻ ആയത്. ഞാൻ വിചാരിച്ച് അതായത് പ്രസവിക്കാൻ ഡെലിവറിക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം വരെ ഞാൻ ഈ എക്സസൈസ് മൊത്തം ഞാൻ നല്ല കൂളായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നോർമൽ ഡെലിവറി തന്നെ ആയിരിക്കും, എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, പെയിനൊന്നും അങ്ങനെ വന്നിട്ടില്ലല്ലോ. പക്ഷെ എന്ത് ചെയ്യാൻ ഗൈസ്, ആ സമയത്ത് എനിക്ക് ഇതിൻ്റെ കാലാണോ തന്നെ ഞാൻ സംശയിച്ചിട്ടുണ്ട്, അത്രയും നീരായിരുന്നു. അങ്ങനെ കുറച്ച് എക്സസൈസ് ചെയ്ത് ഇനി കുളിക്കണം. കുളിച്ച് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ കഴിഞ്ഞു. ഈ സ്കിൻ കെയറിൻ്റെയും ഹെയർ കെയറിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ ഞാൻ സെപ്പറേറ്റ് തന്നെ വീഡിയോ ഇടാം. ഇതിൽ ഇപ്പം ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ലെങ്ത്തായി പോകും, അതുകൊണ്ട് എടുത്തിട്ടില്ല. ഫേസിലൊക്കെ നല്ല ക്ഷീണമുണ്ട്, കണ്ണൊക്കെ ചത്ത പോലെ ഉണ്ട്. എല്ലാം ശരിയാകും. അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ കഴിക്കുക, വിശക്കും, എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാം.
എന്നിട്ട് തുണി വാഷ് ചെയ്യാനുണ്ട്. അപ്പോൾ ക്ലോത്ത്സൊക്കെ വാഷ് ചെയ്യുന്നതും എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. ഞാൻ പറയാം അമ്മേനോട് ഞാൻ തന്നെ ചെയ്തോളാം. വാഷിംഗ് മെഷീനിൽ അതിനെക്കൊണ്ട് സീനില്ല. അതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞ് വിശപ്പ് വരും. അപ്പോൾ ഞാൻ ഓരോന്നെടുത്ത് കഴിക്കും. പിന്നെ ഞാൻ ചെയ്തത് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ബുക്ക് വായിക്കുന്നത് അമ്മ വായിക്കുന്ന ബുക്കാട്ടോ. പക്ഷെ അത് ഞാൻ വായിച്ച് തുടങ്ങിയിട്ട് എനിക്കൊന്നും വായിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ടഫ് വേർഡ്സാണ് ഗൈസ് ഇതിൽ. പക്ഷെ എനിക്ക് വായിച്ച് ഒപ്പിച്ചെടുത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രെഡും ബട്ടറും പിന്നെ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡും ബട്ടറും പഞ്ചസാര ഇട്ടിട്ട് കഴിക്കുന്നത്. അപ്പം അങ്ങനെ അത് കഴിച്ചു. പിന്നെ എൻ്റെ അടുത്ത പണി നമ്മുടെ നൈറ ബേബീൻ്റെ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സ് അയൺ ചെയ്ത് വെക്കുകയാണത്. ഞാൻ വാങ്ങിച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് ഇതെല്ലാം വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ നല്ലോണം അയൺ ചെയ്തിട്ട് വെക്കുകയാണ്. അയ്യോ എന്തൊരു കുഞ്ഞു കുഞ്ഞു ഡ്രസ്സാണ്. ആ സമയത്ത് എനിക്കിതൊക്കെ എന്താ പറയുക ഭയങ്കര ഒരു കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതൊക്കെ. അങ്ങനെ ഈ വാർഡ്രോപ്പിൽ മൊത്തമുള്ള സാധനങ്ങൾ ഞാനൊക്കെ സെറ്റാക്കി വെച്ചിട്ട് എൻ്റെ നൈറ ബേബിനെ ഞാനിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ദിവസമൊക്കെ എണ്ണി കാത്തിരിക്കുന്നു. കുഞ്ഞ് ക്യാപ്പും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം സെറ്റ് ആയിരുന്നു അവൾക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ബുക്ക് വായിക്കുമായിരുന്നു. അപ്പം ബുക്ക് വായിക്കുമ്പോൾ കുറേ നേരം ഇരുന്ന് വായിക്കും, പിന്നെ കുറച്ച് നേരം നടന്നിട്ട് വായിക്കും. അപ്പം നല്ലതാണല്ലോ നടക്കുന്നത്. അപ്പം ഇങ്ങനെ നടന്ന് ഞാൻ ബുക്സ് വായിക്കുമായിരുന്നു. ഇന്ന് ഫെബ്രുവരി 5 അമ്മേൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അമ്മേൻ്റെ ബർത്ത്ഡേ കേക്കും ഒരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാൻ ഞങ്ങൾ വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാം ഞങ്ങൾ സെറ്റാക്കുകയാണ്. വീഡിയോ കോൾ ചെയ്തോ? ഹാപ്പി കേട്ടോ മുറുക്കി അവിടെ പോയിക്കേ. കട്ട് ചെയ്തോ? Happy birthday to you. പിടിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. സെറ്റ് 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 ചേച്ചാ ചേച്ചാ ഇനി 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 എന്നാ ശരി. കുറേ നേരം പേർക്ക് കൊടുക്കേ ആ കേക്കിലാക്കണ്ട. ഇതൊന്ന് പിടിച്ചേ, ഗിഫ്റ്റ് എടുത്ത് സൂപ്പർ. ഡെലിവറി എത്താൻ ലേറ്റ് ആയതുകൊണ്ട് എന്റെ ഗിഫ്റ്റ് എത്തിയിട്ടില്ലേ ഗൈസ്. ബർത്ത്ഡേ പെണ്ണ് എവിടെ പോയി? അമ്മേനെ ബർത്ത്ഡേ വിഷ് ചെയ്തോ? ബെരി കൊക്കോയും ബെരിയും കൊക്കണ്ടേ കൊക്കോ പിന്നെ ഹലോ ബർത്ത്ഡേ ഗേൾ. അവിടെ അപ്പം അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് മാക്സിമം ഒക്കെ ഷൂട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്.
ഇന്ന് അമ്മേൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, വീഡിയോയിൽ കണ്ടല്ലോ. അപ്പം നല്ലൊരു ദിവസമായിരുന്നു. ഇനി ഉറങ്ങാൻ പോവാണ്. അതിന് മുന്നേക്ക് മെഡിസിൻ കഴിക്കാനുണ്ട്, ഫോളിക് ആസിഡ് പ്രഗ്നൻസിൻ്റെ. അതും കഴിച്ച് ഇനി ഒരു ഉറക്കം. നൈറ്റ് സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് അതൊക്കെ ഞാൻ പറഞ്ഞില്ല, വീഡിയോ ഞാൻ കാണിക്കാം. വീഡിയോ ലെങ്ത് നല്ല കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഗുഡ് നൈറ്റ്.